ആകാശവാണി കവരത്തി. ഞാൻ കണ്ട ലക്ഷദ്വീപ്. ഞാൻ കണ്ട ലക്ഷദ്വീപ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ കണ്ട ലക്ഷദ്വീപ് എന്ന പരിപാടിയിലൂടെ തന്റെ ലക്ഷദ്വീപ് അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന അതിഥി കരിമ്പുഴ ഒറ്റപ്പാലം പാലക്കാട് സ്വദേശിനി അഡ്വക്കേറ്റ് യാമിനി ഗോപാലകൃഷ്ണൻ. ഞാൻ കണ്ട ലക്ഷദ്വീപ് എന്ന പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലക്ഷദ്വീപ് ആകാശവാണി അതോറിറ്റീസിന് ആദ്യമായി എന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. എന്റെ പേര് യാമിനി. ഞാൻ ഒരു അഡ്വക്കേറ്റാണ്, ഇന്റർനാഷണൽ ലീഗൽ കൺസൾട്ടന്റ് ആണ്. ഇവിടുന്ന് പഠിച്ചുപോയ ദ്വീപുകാരി അല്ല, പക്ഷെ ദ്വീപിൽ നിന്ന് പഠിച്ചുപോയ ആദ്യത്തെ ലേഡി ലോയർ എന്നുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് മുന്നേ ഇവിടുന്ന് ലക്ഷദ്വീപ് ആരും ഒരു LLB എടുത്ത് അഡ്വക്കേറ്റ് ആയിട്ടില്ല, ലേഡി ആരുമില്ല. ഫസ്റ്റ് ഞാനാണ് പഠിക്കുന്നത്, ഫസ്റ്റ് ലോയർ എന്ന് പറയുന്നത്. ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് അതൊന്ന് എനിക്ക് പറയാൻ തോന്നി. കാരണം എനിക്ക് ഇവിടുന്ന് കിട്ടിയ വിദ്യാഭ്യാസവും ഇവിടുന്ന് കിട്ടിയ പ്രോത്സാഹനവും കൊണ്ടാണ് എനിക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ഞാൻ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലോയറാണ്. കേരളത്തിൽ ഒറ്റപ്പാലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഇതാണ് എന്റെ പ്രൊഫഷണലി. ഞാനൊരു സീനിയർ ലോയറാണ്. 26 വർഷമായിട്ട് ഞാൻ ലോയർ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ ലോ പഠിക്കാൻ വേണ്ടിയിട്ട് പോയെങ്കിലും ഞാൻ ഒരിക്കൽ ഈ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഏറ്റവും പീസ്ഫുൾ ആയിട്ട് ഞാൻ കണ്ട ഈ ലോകത്ത് ഞാൻ പല സ്ഥലങ്ങളും ജീവിച്ചിട്ടുണ്ട്, ഞാൻ ലക്ഷദ്വീപ് പോലെ സ്ഥലം കണ്ടിട്ടില്ല. ഞാൻ അന്ന് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വന്ന കാലത്തൊക്കെ നമ്മളെപ്പോഴേക്കും വന്നതായല്ലോ, നോളജ് വന്നല്ലോ. ആ ജയിലിന്റെ ഭാഗത്തേക്ക് പോയി നോക്കി. ഫസ്റ്റ് ഞാൻ പോയതാ, അവിടെ മുഴുവൻ കാടാ. ലോകത്തെ എല്ലാ ജയിലിലും ക്രിമിനൽസ് അടക്കുമ്പോൾ ഇവിടെ ക്രൈം ഉണ്ടെങ്കിലല്ലേ ക്രിമിനൽസിനെ പിടിച്ചിടേണ്ട ആവശ്യമുള്ളൂ. ക്രൈംലെസ് പ്ലേസ്. ലോ പഠിച്ചിട്ട് യാതൊരു ഗുണം എനിക്ക് ഉണ്ടായില്ലല്ലോ ദൈവമേ തോന്നിപ്പോയി ആ സമയത്ത്. കാരണം ഞങ്ങളൊക്കെ വല്ല കുറ്റം ചെയ്യുന്ന ആൾക്കാരെ കാത്തിരിക്കുന്ന ആൾക്കാരാ. വല്ലവരും ഇങ്ങോട്ട് വരണ്ടെന്ന്. പോലീസുകാർക്കും പണി വേണം, വക്കീലന്മാർക്കും പണി വേണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇത് പോലീസുകാർക്ക് പിന്നെ സെക്യൂരിറ്റി ആയിട്ടുള്ള പണികളെല്ലാം ചെയ്യാം. വക്കീലിന് പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും വല്ല പ്രശ്നം ഒപ്പിച്ചു വെക്കണം. സിവിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്ഥലങ്ങളുടെ തർക്കങ്ങളൊക്കെ. പക്ഷെ ഒരു ക്രിമിനൽ ലോ അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഒരു ജയിലൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത്. അതിനുശേഷം ഇപ്പം ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്ത് എത്രയോ പ്രാവശ്യം ഞാൻ ജയിൽ വിസിറ്റ് നടത്തിയിട്ടുണ്ട്. ജയിൽ വിസിറ്റിന് വേണ്ടി പല ആൾക്കാർക്ക് വേണ്ടി പോയി അവിടെയൊക്കെ തിങ്ങി പാർക്കിച്ചിട്ട് ഈ ക്രിമിനൽ പുള്ളികൾ ഇപ്പൊ കോടതിയിലൊക്കെ ചങ്ങലക്കിട്ടിട്ടാണ് അവിടെയൊക്കെ 2 കൈയിലും കാലും ചങ്ങലക്കിട്ടിട്ടൊക്കെ ക്രിമിനൽ പുള്ളികളെ കൊണ്ടുവരുമ്പോ ഇവിടെ ഒരു എന്താ പറയാ പൊടിയിട്ട് നോക്കാൻ കാണാത്ത അത്രയും വലിയ കുറ്റം ചെയ്ത ആൾക്കാരില്ല. അതൊരു വലിയ ഒരു മാറ്റമാണ് ലക്ഷദ്വീപിലെ. ലക്ഷദ്വീപിന്റെ ഒരു വലിയ പോസിറ്റിവിറ്റിയാണത്. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ നന്മയാണത് കാണിക്കുന്നത്. അത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് ഇവിടെ രീതി. കാരണം മെയിൻ തിങ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇവിടുന്ന് നമുക്ക് ചെറിയ സ്ഥലമായതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ പിന്നെ ആർക്കും കുറ്റം ചെയ്യണമെന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർക്കറിയാം അത് തെറ്റാണ്. മറ്റൊരാളെ ഉപദ്രവിക്കുന്നത് തെറ്റാണെന്നുള്ള ബേസിക്, അതിനൊരു വിദ്യാഭ്യാസം ആവശ്യമില്ല. വിദ്യാഭ്യാസം കൂടുമ്പോഴാണ് ഒരാളെ ചതിക്കണമെന്നും അസൂയ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരാളെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്നത്. പിന്നെ ആ ഏരിയയിൽ തെക്കന്തല ഭാഗമൊക്കെ നല്ല മാറ്റം വന്നു, കാണാനൊക്കെ ഒരു ഭംഗി വന്നിട്ടുണ്ട്. മീൻസ് കാണുമ്പോൾ ഒരാൾക്കാർക്ക് അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ്. ബീച്ചൊക്കെ സൂപ്പർ. പിന്നെ എന്നും ലക്ഷദ്വീപിലെ ലഗൂൺ ബീച്ച്, കോരൽസ് ഒക്കെ, കവിടികളൊക്കെ കുറഞ്ഞ പോലെയുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നിറച്ച് ഭംഗിയുള്ള കവിടികൾ നിരന്ന് കിടക്കുമായിരുന്നല്ലോ. നമ്മൾ ഇങ്ങനെ നടന്ന് എല്ലാ ചുറ്റും നടക്കായിരുന്നു. ഒരറ്റത്ത് നടന്ന് എവിടെ പോയാലും എവിടെ എത്തുന്നൊന്നുമല്ല അറിയില്ല, അങ്ങനെ പോവായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ, അടിപൊളിയാ, ഭയങ്കര മാറ്റമാണ്, നല്ല ഡെവലപ്മെന്റ് ആണ്, അതെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ലക്ഷദ്വീപിലെ റേഡിയോ സ്റ്റേഷനായിട്ടൊരു ബന്ധമുണ്ട്. ലക്ഷദ്വീപ് റേഡിയോ സ്റ്റേഷൻ ആദ്യം കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു. അപ്പോ ലക്ഷദ്വീപിന്റെ ഓർമ്മകളെ, ലക്ഷദ്വീപിനെ കുറിച്ച് ഇവിടെ എന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്റെ അച്ഛനും അമ്മയും. എന്റെ അച്ഛൻ ഇവിടുത്തെ ആദ്യത്തെ മ്യൂസിക് ടീച്ചറാണ്. അപ്പൊ അച്ഛൻ എഴുതി ട്യൂൺ ചെയ്ത ഒരു ലക്ഷദ്വീപിന്റെ പാട്ട് റേഡിയോയില് അന്നത്തെ കാലത്ത് എല്ലാവരും കേട്ടോണ്ടിരുന്ന ഒരു പാട്ട് ഞാൻ 4 വരി പാടിയിട്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഉദയാസ്തമയങ്ങൾ അനുദിനം കാണുന്ന സുമധുര സുന്ദര ദ്വീപുകളെ, കടലല കുമ്പിളിൽ പനിനീരുമായി വന്നു പുളകങ്ങൾ അണയിക്കും കുളിർ കാറ്റിൽ, സ്വയമലിഞ്ഞ
ഊഞ്ഞാലോല നർത്തനം ചെയ്യുന്ന മരതക ദ്വീപുകളെ ദ്വീപുകളെ. ഈ പാട്ട് ഒരുപാട് കാലം റേഡിയോയില് ലക്ഷദ്വീപിന്റെ ഓർമ്മകളെ കുറിച്ച്, ലക്ഷദ്വീപിന്റെ സ്നേഹത്തിന് വേണ്ടി ലക്ഷദ്വീപുകാർക്ക് വേണ്ടി അച്ഛൻ ആദ്യം കാലത്ത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ എഴുതിയ റേഡിയോയിൽ ചെയ്ത ഒരു പാട്ടാണ്. പിന്നീട് ഞാൻ ഇവിടെ ജനിച്ചത് നാട്ടിലാണ്, പക്ഷെ ജനിച്ച് 3-ാം മാസം മുതൽ ഞാൻ ഇവിടെയുണ്ട്. പിന്നെ എനിക്കൊരു കലാ ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്. അമ്മ ഡാൻസ് ടീച്ചർ, കലാമണ്ഡലം ഭാഗ്യശ്രീ ടീച്ചർ ഇവിടെ ലക്ഷദ്വീപില് ഒരുപാട് വർഷം നൃത്താധ്യാപികയായിട്ട് പഠിപ്പിച്ച അവരാണ്. എന്റെ അമ്മയുടെയും അച്ഛന്റെയും മ്യൂസിക് മാഷായിരുന്നു ഗോപാലകൃഷ്ണൻ മാഷ്. ഇവരുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ലക്ഷദ്വീപിൽ എല്ലായിടത്തും ഉണ്ട്. കവരത്തിയിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നതെങ്കിലും പല ദ്വീപുകളിലും കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലത്തും വിദ്യാർത്ഥികൾ, ലക്ഷദ്വീപിലെയും അല്ലാത്തവരും മെയിൻലാൻഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷെ ഈ കല എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരെയും യോജിപ്പിക്കുന്ന, അതിന് ജാതി മത ഭേദമന്യേ അങ്ങനെ യോജിപ്പിക്കുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ ഭയങ്കര കണക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റി. ദ്വീപിലുള്ള ഒരുപാട് സ്നേഹം മാത്രം നൽകിയ ഒരു നാടാണിത്. വെറും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ജനതയുടെ കൂടെ ജീവിച്ചത് കൊണ്ട് കള്ളത്തരമില്ല. പണ്ട് മഹാബലി പറഞ്ഞ മാതിരി കള്ളമില്ല, ചതിയുമില്ല, ഒന്നുമില്ല. അത്രയും നല്ലൊരു നാട് ഈ പണ്ട് ഓണത്തിന്റെ പറഞ്ഞ പോലെയുള്ള അത് പ്രൂവ് ചെയ്ത നാടാണ് ലക്ഷദ്വീപ്. കാര്യം ഇവിടെ ഒന്നും പേടിക്കാനില്ലായിരുന്നു. ഞങ്ങൾ അന്നത്തെ കുട്ടിക്കാലത്തൊക്കെ ഏത് പ്രായത്തിലും ഏത് പാതിരാത്രിക്കും എവിടെ കൂടെ വേണമെങ്കിലും ഇത്ര സ്വാതന്ത്ര്യ സഞ്ചാരം നടത്താൻ പറ്റുന്ന ഒരു നാട് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതുപോലെ ഉള്ള ലക്ഷദ്വീപ് പോലെ ഒരു നാട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നല്ല മനുഷ്യരും, അതുപോലെ വിദ്യാഭ്യാസ രീതി, നല്ല വിദ്യാഭ്യാസം. ഇവിടെ ഇവിടെ പഠിച്ച കുട്ടികൾ ആരും തന്നെ ഇവിടുന്ന് പഠിച്ചുപോരാരും മോശമായി പോയിട്ടില്ല. എല്ലാവരും നല്ല രീതിയിലാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ എന്റെ കൂടെ കുറേ പേര് 10-22 പേര് കരയെന്ന് വന്നവരും ഇവിടെയുള്ള എന്റെ പഴയ ചങ്ങാതിമാരും ഞങ്ങളെല്ലാവരും ഒരു നല്ലൊരു 50-60 ആൾക്കാർ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഒരു റീയൂണിയൻ ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ദിവസത്തെ ആഘോഷമല്ല, ഒരു ദിവസങ്ങളുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഞങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുക. ഞങ്ങൾ സ്കൂൾ റിക്രിയേറ്റ് ചെയ്തു. ഞങ്ങളുടെ അസംബ്ലി, ഞങ്ങളുടെ പ്രെയർ, അന്നത്തെ ഞങ്ങളുടെ ഒരു പ്രെയർ, ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് പഠിപ്പിച്ച സ്കൂളിൽ ഒരു പ്രെയർ ഉണ്ട്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, ഇങ്ങനെ തുടങ്ങിയ ഞങ്ങളുടെ ഒരു പ്രെയർ. ഞങ്ങളുടെ ഈ കവരത്തി ദ്വീപിൽ പഠിച്ച ഈ അന്നത്തെ കാലങ്ങളിലൊക്കെ ഹെഡ് മിസ്ട്രസ് ഏലിയാമ്മ ടീച്ചർ അവർ പഠിപ്പിച്ച ഈ പ്രെയർ അറിയാത്ത കുട്ടികൾ ആരും ഈ കവരത്തിയിൽ ഉണ്ടാവില്ല. പിന്നെ പാട്ടിന്റെ കാര്യം വീണ്ടും പറഞ്ഞു. എനിക്ക് കൂടുതൽ പറയാനുള്ള അങ്ങനെയുള്ള ഓർമ്മകളൊക്കെയാണ് കേട്ടോ. ലക്ഷദ്വീപിന്റെ നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കാസറ്റ് ഇറക്കിയത് എന്റെ അച്ഛന്റെ കൂടെ അച്ഛന്റെ സുഹൃത്തായ യൂസി കെ തങ്ങളുടെ മകള് ബുഷറ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് കുട്ടിക്കാലം പോലെ ഒപ്പന കളിച്ചും പാട്ടുപാടിയും ബഹളം വെച്ചും വഴക്കുണ്ടാക്കിയും അടിച്ചു പൊളിച്ച് ജീവിച്ച ആൾക്കാരാണ്. അന്നും ഇന്നും എന്നും ഒരുപോലെയുള്ളവരാണ്. അപ്പൊ ആ കാസറ്റിന്റെ കാസറ്റ് എന്ന് പറയുമ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് കണ്ടിട്ട് പോലുള്ള അറിവുണ്ടാവില്ല. അത് ഹരിശ്രീ സ്റ്റുഡിയോയില് ഇവിടുന്ന് ദ്വീപിലെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് മധുരപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരെയൊക്കെ ഇവിടെ അറിയോന്നറിയില്ല. അവരൊക്കെ ഞങ്ങള് കൂടെ നമ്മൾ ഒരുമിച്ച് പോയവരാണെന്ന്. ഞാനൊക്കെ കുട്ടിയായിരുന്നു. അവര് പാടിയൊരു പാട്ടുണ്ട് എന്റെ മനസ്സിൽ. അവര് പാടിയ എല്ലാവരും എന്നെ 2-3-4 പാട്ടുകളുടെ കുറച്ച് വരികള് ഇപ്പോഴത് റേഡിയോയിലൊക്കെ വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി എന്റെ അച്ഛന്റെയും കൂടി ഓർമ്മയ്ക്ക് ലക്ഷദ്വീപിന്റെ എന്റെ സ്നേഹത്തിന്റെ മുകളിൽ ഞാനത് പാടാൻ ആഗ്രഹിക്കുന്നു. മധുരപ്പൂവും ഹലീമയും കൂടെ പാടിയ പാട്ടാണ്. പൊട്ടിക്കരയുണ്ടോളോ മനപ്പൂവി എന്നും കരയുണ്ടോളോ മനപ്പൂവി, അങ്ങനെ ഒരു പാട്ട്. ഫുൾ വരികൾ ഓർമ്മയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് മൈൻഡ് കിടക്കുന്നത് ആ ഒരു ബോണ്ടിങ് കൊണ്ടാണ്. കാരണം ദ്വീപിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഥകളും കലയും സ്നേഹവും അല്ലാതെ ഒരിക്കലും അവർക്ക് മനുഷ്യന്മാരെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. വേറെ പിന്നെ ദ്വീപിലുള്ള നാളികേരം, ഇവിടുത്തെ ചൂര, ഇവിടുത്തെ ലഗൂൺ, ഇവിടുത്തെ കടപ്പുറം, ഇവിടുത്തെ ആ കാറ്റ്, ഇതിൽ മാത്രം ഒതുങ്ങി ജീവിച്ച ഒരുപാട് എന്താ പറയാ കള്ളത്തരങ്ങൾ എന്താന്ന് അവർക്ക് അറിയില്ല.
ഞാൻ വന്ന കാലം മുതൽ അതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കൂടെ പഠിച്ചവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് പോകുന്നത് കൊണ്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു തലത്തിൽ ഒരു മാറ്റം തോന്നിയിട്ടില്ല. പുതിയ ജനറേഷനായിട്ട് ഇടപഴകി ജീവിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം പ്രീ ഡിഗ്രി, ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രിയാ. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോയല്ലോ. ഞങ്ങളൊക്കെ തിരിച്ച് ഞങ്ങളുടെ അടുത്ത ഹയർ എഡ്യൂക്കേഷന് നമുക്ക് പുറത്തു പോയി പഠിക്കേണ്ട സിറ്റുവേഷനാണ്. അങ്ങനെ പോയി പഠിച്ച ശേഷം പിന്നീട് പുതിയ ജനറേഷനായിട്ടുള്ള ബന്ധം ഇല്ല. പക്ഷെ പഴയ ജനറേഷൻ അന്നുണ്ടായിരുന്നവരായിട്ടുള്ള ബന്ധം അന്നും ഇന്നും എന്നും ഉണ്ട്. നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. വേറെ എവിടെയില്ല ഇങ്ങനെ ഇത്രയും സ്നേഹം. കാരണം ഇപ്പം എന്റെ കൂടെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഇവിടെ തന്നെയുള്ള ടീച്ചേഴ്സ്, പിന്നെ അബ്ദുൽ ഖാദർ മാഷ്, ഖലീൽ സാർ, ഞങ്ങളുടെ ഹിന്ദി സാറ്, അവർ ഞങ്ങളുടെ റീയൂണിയന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹാജര ടീച്ചർ, കെമിസ്ട്രി പഠിപ്പിച്ച ഹാജര ടീച്ചർ, KP മാഷ്, ഫിസിക്സ് പഠിപ്പിച്ച, ബയോളജി സാറുണ്ട് ഖലീലുള്ള സാർ, സാറിന് എന്തോ വരാൻ സാധിച്ചില്ല. അതുപോലെ നമ്മുടെ ഡോക്ടർ ബീഗം, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത്രയും കഴിവുള്ള ഈ ലക്ഷദ്വീപ് പോലെ സ്ഥലത്തുനിന്ന് പഠിച്ചു ഉയരാൻ കഴിവുള്ള, ബുദ്ധിപരമായിട്ട് ഇത്രയും കഴിവുള്ള ആൾക്കാരാണ് ലക്ഷദ്വീപിലുള്ളവർ. അവർക്ക് ഇവിടെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് പിന്നീടാണ്. പണ്ട് ഉണ്ടായിരുന്നില്ല. ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരുന്നോണ്ട്, ബുദ്ധിയില്ലാത്തോണ്ടല്ല, ഓപ്പർച്യൂണിറ്റിയുടെ കുറവുകൊണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇവിടെ ഒരു വിദ്യാഭ്യാസ കുറവുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രീതി മാറി. വിദ്യാഭ്യാസം കൂടുന്തോറും ആൾക്കാർ കുറച്ചുകൂടി പുറത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ വന്നു. കലാപരമായ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്ത ഒരാളാണ് UCK തങ്ങളങ്കിൾ. അദ്ദേഹം മുക്തിയാറാണ്, സീനിയർ മുക്തിയാർ ഇവിടുത്തെ കോടതിയിലെ. വളരെയധികം നോളജുള്ള, വിവരം എന്ന് പറയുന്ന സാധനം. കാരണം ഈ ഒരുപാട് ജനങ്ങളായിട്ട് പല കാര്യങ്ങളായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ വിവരം എന്ന് പറയുന്ന, അനുഭവജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പോൾ പലർക്കും എത്ര PhD എടുത്താലും കിട്ടൂല. അതൊക്കെ ഇതുപോലെ വിവരമുള്ളവരുടെ അടുത്ത് പോയിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ച ഒരു അനുഭവമായിരിക്കും അങ്ങനെയുള്ള നോളജ്. പിന്നെ എന്റെ പ്രിയപ്പെട്ട ബി ടീച്ചർ, എന്റെ അമ്മയുടെ ഏറ്റവും ഉത്തമ സുഹൃത്ത്, മാതാപിതാക്കൾക്ക് തുല്യം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സ്നേഹം ഒക്കെ ഇപ്പോഴും അന്നും ഇന്നും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉള്ള കാലത്ത് ഈ മുറിഞ്ഞാവായക്കില്ലേ, മുറിഞ്ഞാവായ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിന്നാ ചിക്കൻ നെക്ക് അപ്പുറം ഇപ്പുറം കാണാം. ഒരു വേലിയില്ല, ഒന്നുമില്ല. റൈറ്റ് സൈഡിൽ ശാന്തമായ കടലും ലെഫ്റ്റ് സൈഡിൽ ലേശം കടലുള്ള ഭാഗം, ബീച്ച് കുറവാ. അങ്ങനെ പിന്നെ നേരെ ഹെലിപ്പാഡ്. പക്ഷെ ഹെലിപ്പാഡ് വരുന്നതിന് മുന്നേ ഹെലികോപ്റ്റർ അല്ലേ, ഇന്ദിരാഗാന്ധി വന്ന സമയത്ത് വരുന്ന കാലത്ത് നമ്മുടെ ഗ്രൗണ്ടിലായിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങിയിരുന്നത്. അന്ന് ഹെലികോപ്റ്റർ ഇങ്ങനെ നീല കളറിലാണ് വരിക. നേവൽ ബേസിന്റെ ഹെലികോപ്റ്ററേ ഉള്ളൂ. നമ്മുടെ ഈ ഹെലികോപ്റ്റർ ഒന്നുമില്ല. ധാരാളം ഹെലികോപ്റ്റർ എപ്പോഴും വരും പോവും. ഞങ്ങളൊക്കെ കോട്ടേഴ്സിൽ നിന്ന് ഓടി വന്ന് നോക്കും. ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. ഞാൻ പലവട്ടം ഹെലികോപ്റ്റർ അത് കയറിയിരുന്നിട്ടുണ്ട്. ആരും പറഞ്ഞാൽ വിശ്വസിക്കും കൂടിയില്ല. എന്നിട്ട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ പറയും, എന്നെ ഒന്ന് മേലോട്ട് വിടുവോ? അവരൊന്നും നമുക്ക് അങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. മാറി. ഞാൻ താമസിച്ചതൊക്കെ 80 ക്വാർട്ടേഴ്സ്, ഈ ഓടിട്ട വീട്, അങ്ങനെയുള്ള വീടുകൾ. അതൊന്നും ഇപ്പൊ കാണാനില്ല. ഇപ്പൊ എല്ലാം 2 നില കെട്ടിടങ്ങളാണ്. മെട്രോപൊളിറ്റൻ സിറ്റി ആവുന്ന മാതിരിയുണ്ട്. ഫുൾ വഴികളൊക്കെ മാറി, സ്ഥലങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലായി. പക്ഷെ തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ട് പഴയ പോലെ. പിന്നെ കടച്ചക്കയുടെ മരം, എന്താ അതിനെ പറയാ, ചക്ക. ആ മരങ്ങളൊക്കെ കുറഞ്ഞ്, ചക്കയും കുറഞ്ഞു തോന്നുന്നു. അതൊക്കെയാണ് എന്റെ ഓർമ്മകളിനകത്ത്. നമ്മുടെ മുരിങ്ങ മരം ഇവിടെ ഉള്ളതാണ്. മുരിങ്ങ മരം, വേപ്പ് അല്ല, ചക്ക, തെങ്ങ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നോനിപ്പഴത്തിന്റെ ഒക്കെ അങ്ങേറ്റത്ത് നോനി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇവിടെ ഉണ്ട്. മറ്റേ തെക്ക് ഭാഗത്ത് കുറെ ഉണ്ടായിരുന്നു. അരിപ്പൂ, പണ്ട് ഓണത്തിനൊക്കെ പൂ പറിക്കാൻ വേണ്ടി തെക്കുന്തല മുഴുവനും അരിപ്പൂവാ. അവിടുന്ന് പോയിട്ട് സൈക്കിൾ എടുത്തോണ്ട് പോയിട്ട് അരിപ്പൂ പറക്കി കൊണ്ടുവന്നിട്ട് പൂക്കളിടും. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട് തെക്കുന്തലയിൽ. ഇവിടെയുള്ള ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഒന്നരത്തൊരു കാര്യം പറഞ്ഞുതരാം. കേട്ടറിവുണ്ടാവും. ഞങ്ങളൊക്കെ കണ്ട ആൾക്കാരാണ്. അവിടെ 3 തലയുള്ള തെങ്ങുണ്ടായിരുന്നു. ഞങ്ങൾ ആ തെങ്ങ് കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വൺ ഡേ പിക്നിക്കിന് പോകുന്ന സ്ഥലമാണ് ഫാക്ടറി. എന്ത് ഫാക്ടറി? കയറിന്റെ ഫാക്ടറി. അപ്പൊ അത് എങ്ങനെ ഈ കയറ് വിരിക്കുന്നു, ഇവിടുത്തെ ചകിരി കൊണ്ട് എന്തൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ ബീച്ചിലും അപ്പൽ ഉണങ്ങാനിട്ടിട്ടുണ്ടാവും. എല്ലായിടത്തും മാസം ഉണ്ടാവും. ചൂര ഉണങ്ങാനിട്ടുണ്ടാവും. ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാ. എന്താ സ്വാദാണ് ആ ഫുഡിനൊക്കെ എന്ന് പറഞ്ഞാൽ. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ആ സ്വാദ് പോയിട്ടില്ല എന്നുള്ളതാണ്. അപാര സ്വാദാണ്. ദ്വീപിലെ കെലാഞ്ചി, അയ്യോ, അതിപ്പോ വന്ന ശേഷം എല്ലായിടത്തുനിന്നും കഴിച്ചിട്ടുണ്ട് കെലാഞ്ചിയും അതിന്റെ പിന്നെ പേരൊന്നും എനിക്ക് കുറെ അറിയില്ല. ഉരുക്കിയത്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ കഴിച്ചു. സ്കൂബ ഡൈവിങ്ങിന് പോയി.
സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് എന്ത് സ്കൂബ ഇരിക്കുന്നത്? സ്കൂബ പോയിട്ട് ഒരു ഫോണ് പോലും ഇല്ലല്ലോ. ഞങ്ങൾക്കൊന്നും പഠിക്കുന്ന കാലത്ത് ടൈപ്പ് റൈറ്റർ അല്ലേ ഉള്ളത്. ഞങ്ങളുടെ ഒന്നും കാലത്ത് ഫോണുമില്ല, ഒന്നുമില്ല. കമ്പ്യൂട്ടർ വന്നതേ ഇവിടുത്തെ പഠിച്ചു പോയ ശേഷം. അപ്പൊ പോലും കമ്പ്യൂട്ടർ ഇല്ല. ഇപ്പൊ എല്ലാം കൈ വിരൽ തുമ്പിലായില്ലേ. അന്നതൊന്നും ഇല്ല. ന്യൂസ് പേപ്പർ ഇല്ല. ന്യൂസ് അറിയണമെങ്കിൽ ന്യൂസ് പേപ്പർ ഇല്ല. ഇപ്പൊ ഇവിടെ ക്രൈംലെസ് പ്ലേസ് എന്ന് പറയാനുള്ള കാരണം തെറ്റുകൾ എന്താന്ന് അറിയില്ല ആൾക്കാർക്ക്. തെറ്റ് ചെയ്യാനേ അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഇല്ല. ഈ ന്യൂസ് പേപ്പർ ഇവിടെ ഡെയിലി വന്നാലല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആൾക്കാർ നടക്കുമെന്നുള്ള കാര്യം അറിയുന്നത്. അന്ന് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് സ്നേഹിച്ചു മാത്രം ജീവിക്കാൻ. എന്റെ വീട്ടിൽ കറി ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും. ഒരാള് ഇവിടെ പട്ടിണി കിടക്കുന്നു, ഒരാളുടെ വീട്ടിലൊരു ഇല്ലായ്മയോ ഒന്നും അങ്ങനെ ഇല്ല. എല്ലാവർക്കും എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഒപ്പന കളിയോടൊപ്പന കളി 34 വർഷത്തിന് ശേഷം വന്നതാണ്. പക്ഷെ 34 വർഷത്തിന് ശേഷം വന്നതാന്നുള്ള ഫീലിംഗ് എനിക്കില്ല. ആ ഫീൽ എനിക്ക് വരുന്നില്ല. മാറ്റമുണ്ടോന്ന് ചോദിച്ചാൽ മാറ്റമുണ്ട്. പക്ഷെ ഞാൻ ഇവിടുത്തെ ഒരാളായി മാറിയ പോലെ തോന്നി എനിക്ക്. ഇവിടെ വന്ന മുതല് ഇവിടുത്തെ ഭാഷ നാക്കെല്ലാം പിടിയുണ്ട്. നാക്ക് ഇങ്ങനെയുള്ള ഭാഷ പിടിയുണ്ട്. ഇങ്ങ വളർന്ന കുഞ്ഞി ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിച്ച് ഇങ്ങനെയുള്ള ഫുഡെല്ലാം കഴിച്ച് സൈക്കിളും ചവിട്ടി നടന്ന് സൈക്കിളെ കാറ്റ് കഴിച്ചു വിട്ട് അങ്ങനെയെല്ലാം നടന്ന കുഞ്ഞി. ദീപം ഭാഷയും പിടിയുണ്ട്, എല്ലാം പിടിയുണ്ട്. അപ്പൊ തോന്നുവല്ല 34 വർഷം മുന്നേ വന്നതെന്ന് തോന്നുവല്ല. ഇതൊക്കെയാണ് ഞാൻ കണ്ട ലക്ഷദ്വീപ് അനുഭവങ്ങൾ. നന്ദി, നമസ്കാരം. ഈ പരമ്പരയിലൂടെ നമ്മൾ കേട്ടത് കരിമ്പുഴ ഒറ്റപ്പാലം പാലക്കാട് സ്വദേശിനി അഡ്വക്കേറ്റ് യാമിനി ഗോപാലകൃഷ്ണൻ പങ്കുവച്ച് ലക്ഷദ്വീപ് അനുഭവങ്ങളാണ്. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം ചെണ്ടിപ്പുര. ഏവർക്കും നന്ദി, നമസ്കാരം.